ഈ ചില കാര്യങ്ങളും വാർത്തകളും വളരെ ശ്രദ്ധാപൂർവം നോക്കിക്കാണണം. ചില വീടുകളിൽ സന്തോഷമുണ്ടാകുമ്പോൾ ആ വീടുമായി ബന്ധമുള്ളവർ കരയാറുണ്ട്. ചിലർക്ക് ചില ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മറ്റ് ചിലർ നിലവിളിക്കാറുണ്ട്. അതുവരെ നമ്മൾ വിചാരിക്കും അവരൊക്കെ തമ്മിൽ വൈരാഗ്യമോ ശത്രുതയോ ഒക്കെ ആണെന്ന് വിചാരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആ നിറയുന്ന ആത്മാനുരാഗത്തിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് അവർ വെളിവാക്കുന്നത്. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അമ്പലപ്പുഴയിലെ പായൽക്കുളങ്ങര ഗുരുദേവ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുവാൻ പോയപ്പോൾ ആത്മസഹോദരൻ ഷൗക്കത്തലിയുടെ സ്നേഹപൂർവ്വമായ ക്ഷണത്തെ തുടർന്ന് തിരക്കിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഭവനം സന്ദർശിച്ചു. ആത്മസുഹൃത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഊഷ്മളമായ സ്വീകരണം ഏറെ സന്തോഷമേകി. ഈ കുടുംബവുമായി 50 വർഷത്തിലേറെയായി തുടരുന്ന സ്നേഹബന്ധം ഏറെ ദൃഢവും ഹൃദ്യവുമായി ഇന്നും തുടരുന്നു എന്നാണ്. വെള്ളാപ്പള്ളി നടേശൻ സാറ് പൊന്നപ്പനല്ല, പൊന്നിൽ കുറച്ച് മാലിന്യമുണ്ട്. തങ്കപ്പനാണ്, തനി തങ്കപ്പൻ. യഥാർത്ഥത്തിൽ ഷൗക്കത്തലിയുടെ വീട്ടിൽ വെള്ളാപ്പള്ളി നടേശൻ സാറ് പോയാൽ വെള്ളാപ്പള്ളി നടേശൻ സാർ അത് ആത്മാനുരാഗത്തിൻ്റെയും ഹൃദയബന്ധത്തിൻ്റെയും ഭാഷ്യത്തിലാണ് പോകുന്നതെങ്കിൽ വെള്ളാപ്പള്ളി സാറിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന് ഇത്രമേൽ ശശികലയും സെൻകുമാറും നമ്മുടെ രാജുവൊന്നും ഇത്രയും നിലവിളിക്കില്ല. പക്ഷേ അവരെല്ലാം നിലവിളിക്കുന്നതിൻ്റെ കാര്യം അവർക്കറിയാം. മുത്താണേ ഞങ്ങളുടെ മുത്താണേ, വെള്ളാപ്പള്ളി നടേശൻ മുത്താണേ, മുത്തം താ ചക്കര മുത്തം താ, മുത്താണേ ഞങ്ങളുടെ മുത്താണ് എന്നറിയാം. നമ്മൾ സാധാരണ പറയുമല്ലോ, ഈ പിള്ളയെ പിച്ചുമ്പോൾ പിള്ള കരഞ്ഞാൽ തള്ളയാരാണെന്ന് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമെന്ന്. ഒന്ന് ഓർത്ത് നോക്കൂ. വെള്ളാപ്പള്ളി നടേശൻ സാറ് വളരെ കടുത്ത വർഗീയ വിദ്വേഷം, മുസ്ലിം വിരുദ്ധത, മതവിദ്വേഷം കുറേ നാളുകളായി മുസ്ലിം ലീഗിൽ ചാരി അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രചരിപ്പിക്കുമ്പോഴെല്ലാം സരസ്വതീ കടാക്ഷം അദ്ദേഹത്തിൻ്റെ നാവിൻ തുമ്പിലുണ്ട് എന്ന് ഭംഗ്യന്തരേണ പറഞ്ഞു വെച്ചത് കേരളത്തിലെ എന്നല്ല രാജ്യത്തെ തന്നെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും PB അംഗവുമൊക്കെയായ സഖാവ് പിണറായി വിജയൻ സാറാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞെടുത്തോളം പിന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ആർക്കും വേറെ അതിനപ്പുറത്തേക്കൊന്നും ഇന്നത്തെ സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല. അത് അങ്ങനെ തുടർന്ന് തന്നെ പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകന് വർഗീയവാദി എന്ന് വിളിച്ചപ്പോൾ DYFI പോലുള്ളൊരു പ്രസ്ഥാനത്തിന് ആകെ ചെയ്യാൻ പറ്റിയത് ഒരു മാപ്പ് പറയണം എന്ന് പറയുന്ന പ്രസ്താവന മാത്രമാണ്. അങ്ങനെ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നവർ കേവലം മാപ്പ് കൊണ്ടാണോ അവസാനിപ്പിക്കുന്നത്? നമ്മുടെ ബഹാവുദ്ദീൻ നദ്വി അദ്ദേഹത്തിൻ്റെയൊക്കെ സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തിയ നാസർ കോളായിയൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ ആവോ? ഏതായാലും മാപ്പ് പറയണം എന്ന് പറഞ്ഞത് അവസാനിപ്പിച്ചു. റഹീസിനെ വർഗീയവാദി എന്ന് വിളിച്ചത് ഒരിക്കലും CPMന് ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു സംഗതിയേ ആയിരുന്നില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ പ്രതികരിച്ചതും ഒരല്പം നയത്തിൽ വെള്ളാപ്പള്ളി നടേശൻ സാറ് പറഞ്ഞത് അങ്ങനെ ശരിയായില്ല എന്ന് നമ്മുടെ ഗോവിന്ദൻ സാറ് ഒക്കെ സൂചിപ്പിച്ചത്. എന്നാൽ ആ സന്ദർഭത്തിൽ കേവലം 1 മണിക്കൂറോ 1.5 മണിക്കൂറോ മാത്രം മലപ്പുറത്തെ ഒരു വികാരജീവിയായ യൂത്ത് കോൺഗ്രസ്സുകാരൻ ഒരാവശ്യവുമില്ലാതെ എഴുതിയ ഒരു പോസ്റ്റ്, അത് വളരെ പെട്ടെന്ന് അദ്ദേഹം പിൻവലിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസ്സുകാരും കണ്ടവരും ഒക്കെ വിളിച്ച് പറഞ്ഞു കാണും, ഞരമ്പ് രോഗമൊന്നും എടുക്കാൻ നിൽക്കരുത്, മര്യാദകേടാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം അങ്ങനെ പറയാൻ ആ പാർട്ടിയിലും ആ സമുദായത്തിലും ആളുകളുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞ് പിൻവലിച്ചിട്ട് പോലും ആ പിള്ളയ്ക്ക് വേണ്ടി കരയുന്ന തള്ളമാരാരൊക്കെയാണ്? ഒന്ന് സെൻകുമാർ, 2 ശശികല, പിന്നെ അടക്കമുള്ള സംഘീപ്രവർത്തകരാണ് ബഹളം വെക്കുന്നത് മൊത്തം. അപ്പോൾ യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയാണ് അദ്ദേഹം പണിയെടുക്കുന്നതെന്ന് CPMലെ പലർക്കും അറിയില്ലെങ്കിലും സംഘപരിവാറിലെ പലർക്കും നന്നായി അറിയാം. അതുകൊണ്ടാണ് അവർ ഈ ബഹളം വെച്ചത്. പിന്നെ ഷൗക്കത്തിൻ്റെ വീട്ടിൽ പോകുന്നതും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമൊക്കെ അതെല്ലാം കേരളത്തിലെ ഒരു സാമൂഹ്യ സ്ഥിതി അങ്ങനെ ആണല്ലോ. അതിനിപ്പോൾ സവിശേഷമായി പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരാളിൻ്റെ വീട്ടിൽ പോകുന്നതുകൊണ്ട് ഒരു സമുദായത്തെയും അതിലെ മനുഷ്യരെയും ആ പേരുകാരെയും വർഗീയ വിദ്വേഷി എന്ന് വിളിക്കാനുള്ള ലൈസൻസ് അല്ലല്ലോ ഷൗക്കത്തലി അവിടുന്ന് അടിച്ചു കൊടുക്കുന്നത്. ഷൗക്കത്തലി കൊടുക്കുന്ന ഭക്ഷണത്തിലോ പാൽപ്പായസത്തിലോ സ്നേഹപ്രകടനത്തിലോ അതിനുള്ള റൈറ്റ് ആർക്കും കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ നമുക്കൊക്കെ ഉണ്ട് വ്യക്തിപരമായി പല സംഘപരിവാർ പ്രവർത്തകരുമായും RSS പ്രവർത്തകരുമായും പിന്നെ അതുപോലെ തന്നെ മട്ടാഞ്ചേരിയിലെ ജ്യൂസിൽ വരുന്ന സുഹൃത്തുക്കളുമായും
അതുപോലെ ക്രൈസ്തവ സഹോദരന്മാരുമായി മുസ്ലിം സമുദായത്തിലെ പലരുമായും ഒക്കെ സ്നേഹമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതൊന്നും ആരെയെങ്കിലും വർഗീയ വിദ്വേഷി എന്ന് വിളിക്കാനോ മതവിദ്വേഷം പ്രചരിപ്പിക്കാനോ ഉള്ള ലൈസൻസ് അല്ല എന്നുള്ളതാണ് സിമ്പിളായ മറുപടി. ഇനിയും തിരിയാത്തവർക്ക് വലുതായി തിരിയൂല. കാരണം അങ്ങനെ തിരിയണമെന്ന് അവർക്ക് നിർബന്ധമില്ലെന്ന് സാരം.